വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് തൊടുകറി ചെറുകറി തൊട്ടു നുണഞ്ഞിട്ടിലയുടെ മുന്നിലിരിക്കും പെണ്ണിൻ കവിളിണ കണ്ടു കൊതിക്കുന്നുണ്ടൊരു പുന്നാരച്ചക്കൻ പെണ്ണിൻ കല്യാണച്ചക്കൻ. ഇനി നമുക്ക് കോവയ്ക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നോക്കിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്ക് ഞാനിവിടെ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് റൗണ്ടിൻ്റെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതൊന്നുമില്ല, കോവയ്ക്ക ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്. അത് കോവയ്ക്ക നമ്മൾ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സവോള ചോപ്പ് ചെയ്തെടുക്കുക. കോവയ്ക്ക നീളത്തിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സവോള നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ആ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം. 1 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ കോവയ്ക്ക തോരനാക്കാന്ന്. കോവയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. തോരനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർക്കാം. സവോള ചേർക്കാം. ആ ജീരകം ചേർത്ത വഴിക്ക് തന്നെ സവോള ചേർക്കണം, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോവും. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇത് നന്നായിട്ട് മൊരിയരുത്, സവോളയുടെ കളറൊന്നും മാറരുത്. സവോള നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ സവോള നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞളുടെ പച്ചക്കുത്തൊന്ന് പോകണം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ മഞ്ഞളും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർക്കാം, തേങ്ങ ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കോവയ്ക്ക നമുക്ക് വേവിച്ചെടുക്കാം. ഈ കോവയ്ക്ക ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കോവയ്ക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ കോവയ്ക്ക വെന്തിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറേ നേരിട്ട് വേവിക്കരുത്. ആ പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. കൂടുതൽ നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇനി നമുക്ക് 2 മിനിറ്റും കൂടിയും തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.